തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മൂത്രാശയ കല്ല് പൊടിക്കുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന ഉപകരണം രോഗികളിൽ നിന്ന് പണം ഈടാക്കി വാങ്ങുന്നതായി കണ്ടെത്തിയതായി പരാമർശിക്കുന്നുണ്ട്. സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല. രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഫ്ലെക്സിസ്കോപ്പ് വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അങ്ങനെ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ്. അത് സർക്കാർ ഗൗരവമായി കാണുന്നതാണ്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായി കാസ്പ് മുഖാന്തരം 373.36 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും 81.82 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ പി അനിൽകുമാർ. സർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ ഒരു പരാമർശം, ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, അവിടെ എത്തുന്ന സാധാരണ രോഗികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് എന്നുള്ളത് നമ്മൾ മുഴുവൻ ചർച്ച ചെയ്ത കാര്യമാണ്. സർ, ഈ ഒരു കാര്യം മാത്രമല്ല സർ, അവിടെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചില മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളില്ല എന്ന വാർത്ത വരുന്നു. എന്തിന് സർ, എക്സ്റേ ഫിലിം പോലും ഇല്ല എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സർ, സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഉത്തരത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് സർ, അർഹരായിട്ടുള്ള രോഗികൾക്ക് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം 1498 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത് സർ. അപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം സർ, ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം UDFന്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ LDFന്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ 4 വർഷ കാലയളവിലും എത്ര തുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യുപ്മെൻറ്റ്സിന് മാത്രം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ സാർ, UDFന്റെ കാലഘട്ടത്തിൽ 2011 മുതൽ 2016 വരെ 15.64 ലക്ഷം രൂപയാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 41,80,93,3781 രൂപയാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത്. സാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 4 വർഷ കാലയളവിൽ സാർ കിഫ്ബിയുടെ 43 കോടി രൂപ കൂടി, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കൂടിയുണ്ട് സാർ, സ്പെക് സ്കാനും ഉൾപ്പെടെയുള്ളവ. അങ്ങനെ 80.66 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ സാർ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സാർ, ഞാൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സാർ. അതിൽ ഈ റിപ്പോർട്ടിൽ സാർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ്. അതിൽ ഈ സമിതി യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ. അതിൽ പറയുന്നത് ഈ എക്യുപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2011 മുതൽ 16 വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സാർ 26,90,000 രൂപയാണ് സാർ. അതേസമയം 2018 മുതൽ 22 വരെയുള്ള 4 വർഷ കാലയളവിൽ സാർ 1,43,73,73,000 രൂപ സാർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതിനുശേഷം സാർ 2022 മുതൽ 24 വരെ അവിടെ ചെലവഴിച്ചത് 1,12,00,000 രൂപ സാർ. അതിനുശേഷമുള്ളത് ഇപ്പോൾ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് സാർ. അതുകൂടാതെ HDSൽ നിന്ന് 31,72,822 സാർ. ഇവിടെ കാണേണ്ടത്, ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഞാനിവിടെ പറഞ്ഞതുപോലെ മൂത്രാശയ കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ലെക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണമാണ് സാർ. അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സാർ സർക്കാർ നയം. അല്ലാത്ത രോഗികൾക്ക് HDS വഴി അത് ലഭ്യമാക്കും. അപ്പോൾ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അത് ലഭ്യമാക്കും. ഈ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് സാർ. സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത്. അത് ബില്ലിൻ്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുക. അപ്പോൾ ഇവിടെ സൗജന്യമായ സ്കീമുകളിലൂടെ ലഭ്യമാകുന്നത് ഉറപ്പാക്കുന്നുണ്ട് സാർ. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു
രോഗികളിൽ നിന്ന് ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സാർ. ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു, പ്രൈവറ്റും സർക്കാരും സാർ. സംസ്ഥാനത്തെ 3 മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് സാർ. കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സാർ. 2021 ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം സൗജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം 2.5 ലക്ഷമായിരുന്നു സാർ. 2024 മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ 6.5 ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സാർ. ഇതാണ് വ്യത്യാസം. അത്രയും പേർക്ക് അതോടൊപ്പം സാർ സൗജന്യ ചികിത്സ നൽകുന്നതിന്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ഒ പിയിലെത്തുന്നത് 2015-16 8 കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ 13 കോടി രജിസ്ട്രേഷനാണ് സാർ ഉണ്ടാകുന്നത്. മൾട്ടിപ്പിൾ എൻട്രി, ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി. രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല, ജനസംഖ്യ കൂടിയിട്ടില്ല, പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നുള്ളത് തന്നെയാണ് സാർ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി ചെലവഴിച്ച കണക്കുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാർ. കേരളത്തിലെ നമ്മുടെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സ്കീമുകൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് സാർ. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അന്ന് മന്ത്രി പറഞ്ഞ ഒരു മറുപടി, ഞങ്ങളുടെ തകരാറല്ല, സിസ്റ്റത്തിൻ്റെ തകരാറാണ്. മന്ത്രിയോട് പറഞ്ഞു, 1ാം പിണറായി ഗവൺമെൻറ്, 2ാം പിണറായി ഗവൺമെൻറ് വന്നു, ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിലാണ്. ഈ 10 വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിൻ്റെ തകരാറ് എന്താണെന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? സിസ്റ്റത്തിൻ്റെ തകരാറ് എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാൻ കഴിയും? സർ, പത്തനംതിട്ടയിൽ കുമ്പഴയിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ യൂറോളജി വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള എൻ്റെ മറുപടിയായിരുന്നു സർ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പറഞ്ഞു, ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്നത് ആ ഡോക്ടർക്ക് ആ രീതിയിൽ ഫീൽ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സാർ, ഇതിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യുപ്മെൻറ്റ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയില്ല സാർ. ഇപ്പോൾ ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ. സാർ, ഇതിനൊരു പ്രൊസീജിയറുണ്ട്, ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രൊസീജിയറിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സൂപ്രണ്ടുമാർക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക 1 ലക്ഷം രൂപയാണ് ഒരു HDSൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ. സാർ, ഇപ്പോൾ എക്യുപ്മെൻസിൻ്റെയൊക്കെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ 1 ലക്ഷം രൂപ എന്നുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഉയർത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സാർ. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു കാര്യം സാർ, ഇൻഷുറൻസ് കിട്ടുന്നതിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു സാർ. 2015-16 അവരുടെ സർക്കാരിൻ്റെ അവസാന കാലയളവായിരുന്നല്ലോ സാർ. അന്ന് 114 കോടി രൂപയാണ് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ആയിട്ട് ആളുകൾക്ക് നൽകിയിരുന്നത് സാർ. 2024-25 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1498.5 കോടി രൂപ സാർ. സാർ, ഈ 4 വർഷം ഈ സർക്കാരിൻ്റെ 4 വർഷം 7708 കോടി രൂപ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. എത്ര ലക്ഷമാണ്? 25,17,000 ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. സാർ, ഇത് ഒരു പ്രത്യേക പ്രൊസീജിയർ മാത്രമല്ല, എല്ലാ പ്രൊസീജിയറും. ഇപ്പോൾ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ UDFൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല സാർ. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ നിർഭാഗ്യവശാൽ രോഗി മരിച്ചുപോയി. പക്ഷേ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിജയകരമായി സൗജന്യമായി, പരമാവധി സൗജന്യമായി അല്ലെങ്കിൽ മിതമായ നിരക്കിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സാർ. ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ്. ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ളതാണ് സാർ. സാർ, മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ പറയുമ്പോൾ സാർ സ്വകാര്യ മേഖലയിൽ 40-45 ലക്ഷം രൂപയാണ് സാർ, അതാണ് സൗജന്യമായി നൽകുന്നത് സാർ. ഈ മാറ്റം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടി സാർ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് NSSO നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും സാർ. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് സാർ. സാർ, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേയുടെ ഓഫീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സാർ, 2016 ഗ്രാമീണ മേഖലയിൽ 17,054 രൂപ. ഞാൻ പറയുന്നല്ല, നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അതിലൊന്ന് സെർച്ച് ചെയ്താൽ കാണാം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് ഗ്രാമീണ മേഖലയിൽ 2016 17,054 രൂപ, നഗരമേഖലയിൽ 23,123 രൂപ. സാർ, 2024 റിപ്പോർട്ട് എത്രയാണെന്ന് അറിയാമോ സാർ? ഗ്രാമീണ മേഖലയിൽ 17,000 എന്നുള്ളത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 7,000 കുറഞ്ഞു, 10,929. നഗരമേഖലയിലെ 23,000 എന്നുള്ളത് 10,000 രൂപ കുറഞ്ഞ് 13,140 രൂപയായി. ഇതാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന ഇന്റർവെൻഷൻസ്.